RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാഴ്സലോണയ്ക്കെതിരെ ഫസ്റ്റ് ഗോൾ അടിക്കരുത്. കാര്യം പറഞ്ഞ മനസ്സിലായല്ലോ, ബാഴ്സലോണയ്ക്കെതിരെ ഫസ്റ്റ് ഗോൾ അടിച്ച് ജയിച്ചു എന്ന് വിചാരിച്ച ടീമുകളെല്ലാം ഈ സീസണിൽ തിരിച്ച് 8ന്റെ പണി കൊടുത്ത് റെമോണ്ടാന്റെയും കംബാക്കും കൂടെ നടത്തിയിട്ടേ അവർ ഈ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയിട്ടുള്ളൂ. അതിൽ ആകെ പാളിയത് ഇന്റർറോഡും കൂടെ മാത്രമായിരുന്നു. ബാക്കി ഒരു പിടി മത്സരങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് റയൽ മാഡ്രിഡാണ്. ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. കളി തുടങ്ങി 4-ാം മിനിറ്റ് തന്നെ എംബാപ്പയിലൂടെ പെനാൽറ്റി കിട്ടി. അടുത്ത് സെക്കൻഡ് ഗോളിലൂടെ എംബാപ്പയിലൂടെ 14-ാം മിനിറ്റ് 2 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് 14-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ്. അപ്പോൾ റയൽ ഫാൻസ് ഒക്കെ റയലിന്റെ ഒരു തിരിച്ചുവരവും അതേപോലെ ബാഴ്സ ഫാൻസ് ഒക്കെ പെട്ടെന്ന് ആകെ ഷോക്കായി പോയി. 2 ഗോള് കിട്ടിയിരിക്കുക പെട്ടെന്ന്, അത് എൽ ക്ലാസിക്കോ ബാഴ്സയുടെ സ്വന്തം ഗ്രൗണ്ടിൽ 14 മിനിറ്റിനുള്ളിൽ. 45 മിനിറ്റ് വിസിൽ അടിക്കുന്നതിന് മുമ്പ് റെമോണ്ടാഡയും കംബാക്കും എല്ലാം കൂടി ഒരുമിച്ച് നടത്തിയിട്ട് 4-2 ലീഡ് നേടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? അതും റയൽ മാഡ്രിഡിനെ പോലൊരു ടീമിനോട്. ഈ സീസണിൽ ഇപ്പോൾ ഒരുപാട് കളി, ഇപ്പോൾ 4 കളികൾ എൽ ക്ലാസിക്കോ, മൊത്തം 5 എൽ ക്ലാസിക്കോ ഫ്രണ്ട്ലി ആണ്, അത് 2-1 വിജയിച്ചു. അത് കഴിഞ്ഞ ശേഷം സൂപ്പർ എസ്പാനിയ കപ്പിൽ 5-2 റയലിനെ പരാജയപ്പെടുത്തി കപ്പെടുത്തു. കോപ്പ ഡെൽ റേയിൽ 3-2 പരാജയപ്പെടുത്തിയിട്ട് കപ്പെടുത്തു. ലീഗ് മത്സരത്തിൽ 4-0 റയലിന്റെ മഡ്രിഡിൽ പോയിട്ട് റയൽ മഡ്രിഡിന്റെ തട്ടകത്തിൽ പോയിട്ട് ബെർണബോയിൽ പോയിട്ട് 4-0 പരാജയപ്പെടുത്തി. ഇപ്പോ ഇത് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മത്സരമായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. ഇമ്പോർട്ടന്റ് മത്സരം എന്താ പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ബാഴ്സയായിട്ടുള്ള ലീഡ് കുറയ്ക്കാനുള്ളൊരു നല്ല അവസരമായിരുന്നു. എന്താണ് 4 പോയിന്റ് വ്യത്യാസം ഉള്ളത്. ലീഗിൽ ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഈ ഒരു കളി റയൽ ജയിക്കായിരുന്നെങ്കിൽ അവർക്ക് 1 പോയിന്റ് ബാഴ്സയായിട്ടുള്ള വ്യത്യാസം കുറയ്ക്കാമായിരുന്നു. ഇനിയിപ്പോ 7 പോയിന്റ് വ്യത്യാസം. ഇനി ലീഗിൽ 3 മത്സരങ്ങളുണ്ട്. അതിൽ ഒരു മത്സരം 1 പോയിന്റ് കൂടെ മതി എന്നാണ് ബാഴ്സയ്ക്ക് ലീഗ് ഒഫീഷ്യലായി കിട്ടാൻ വേണ്ടിയിട്ട് 1 പോയിന്റ് മതി. ഇനി ഏതെങ്കിലും ഒരു കളി ജയിച്ചാൽ മതി, അവർക്കത് സിമ്പിളായി. ഈ ഒരു കളി റയലിൽ ജയിക്കായിരുന്നെങ്കിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ലീഗിൽ, ചിലപ്പോൾ അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും. ലീഗ് ടൈറ്റിൽ ആർക്ക് അടിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയി പോവായിരുന്നു. പക്ഷെ അതിനെല്ലാം വിരാമം ഇട്ടിട്ട് ആഫ്റ്റർ 45 മിനിറ്റോടകം തന്നെ ഈ കളിന്റെ ഒരു തീരുമാനം ബാഴ്സ അറിയിച്ചു. 4-2 ലീഡ്. ഹാഫ് ടൈമിന് ശേഷം 1 ഗോള് അവർ റയൽ തിരിച്ചടിച്ചു. അങ്ങനെ 4-3 ഒരുപാട് ചാൻസുകൾ. യമാലിന്റെ എണ്ണം പറഞ്ഞ 3 അസിസ്റ്റുകളാണ് റഫീനിയ ഇന്നലെ പാഴകി കളഞ്ഞത്. അതും ഉറച്ച ഗോളുകൾ, ഗോൾ പോസ്റ്റിന്റെ സൈഡിൽ കൂടെയൊക്കെയാണ് അത് പോയത്. ഒരു 3-4 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 ഗോൾ അടിച്ചിട്ട് റഫീന 2 ഗോൾ അടിച്ചിട്ട് കംബാക്ക് നടത്തി MVP എല്ലാം നേടി. പക്ഷെ റഫീനിയന്റെ ബെസ്റ്റ് ആയിരുന്നില്ല അന്ന്. റഫീനിയന്റെ ബെസ്റ്റ് ആണെങ്കിൽ ചുരുങ്ങിയത് 5 ഗോൾ അടിക്കേണ്ടതായിരുന്നു. ഇന്ന് എംബാപ്പെ റയലിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പാവം കളിച്ച് ഹാട്രിക് നേടി. വിനീഷ്യസും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് 2 അസിസ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കളി ബാഴ്സയോടായിരുന്നു. തോറ്റ് പുറത്താവേണ്ടി വന്നു. ഈ ലീഗിൽ അവർ എൽ ക്ലാസിക്കോ ഈ സീസണിൽ 5ാമത്തെ എൽ ക്ലാസിക്കോ ആണ് പരാജയപ്പെടുന്നത്. 4 എൽ ക്ലാസിക്കോ ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞു. അഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ടീമിൽ 5 ഡിഫൻഡർമാരില്ലാതെയാണ് ഞങ്ങൾ കളിക്കുന്നത്. അതിൽ വിനിയുടെ കാലിൽ എന്തോ പരുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ മുട്ടുനയങ്ങളൊന്നും ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇന്നലെ തോറ്റത് 4-3 പക്ഷെ ഇവരുടെ ഫുൾ ഡിഫൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തോറ്റത് 5-2, 4-0, 3-2 ആയിരുന്നു കഴിഞ്ഞു. അതും 2 ഫൈനലുകളിലാണ് ബാഴ്സയുടെ അടിയുറവ് വെച്ചത്. ഇതും ഒരു ഫൈനൽ തന്നെ ആയിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ റയല് പറ്റില്ല, റയലിന് അത് സാധിക്കും. ഞാനിന്ന് നല്ലൊരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവുന്ന വിചാരിച്ചു. പക്ഷെ ഇന്ന് റെയ്ഹാൻ ഇല്ല. റെയ്ഹാന്റെ ഇന്നിപ്പോ ഒരേ ചാട്ടായിരുന്നു. റെയ്ഹാന്റെ പ്രൊഡിക്ഷൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ 4-3 പറഞ്ഞത്. ഞാൻ 2-1 അല്ലെങ്കിൽ 3 ആ ഒരു ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓന്റെ പ്രൊഡിക്ഷൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ നാളെ വീഡിയോയിൽ വരും എന്തായാലും. ഇപ്പൊ സ്കൂളുള്ള കാരണം വീഡിയോ വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കളിയിലോട്ട് കടക്കാം. നമ്മൾ ഈ സീസണിൽ ബാഴ്സന്റെ കളി എടുത്ത് നോക്കിയാൽ അത്യാവശ്യം എല്ലാ ടീമുകളുടെയും ഗോൾ വാങ്ങിക്കലുണ്ട്, അതേപോലെ ഡബിളായിട്ട് തിരിച്ചു കൊടുക്കലുണ്ട്. ഈ സീസണിൽ റമോണ്ടാഡ എന്ന വാക്ക് കൊണ്ടുവന്ന് റയൽ മാഡ്രിഡ് ആയിരിക്കും ബെല്ലിഹാം ഒരു വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ അത് ശരിക്കും അത് എന്താണെന്ന് കാണിച്ചെന്ന ഈ സീസണിൽ ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണയാണ്. അപ്പൊ നമ്മളിന്ന് കളിക്ക് വരികയാണെങ്കിൽ കളി തുടങ്ങി ഏതാനും നിമിഷങ്ങളാകുമ്പോഴേക്കും കുബാർസിയുടെ ഒരു മിസ്പാസിലൂടെ അത് ഒരു എംബാപ്പയിലേക്ക് പോകുന്നു. അത് എംബാപ്പ ഓഫ് സൈഡ്, പക്ഷെ കുബാർസിയിൽ നിന്ന് ടച്ച് ചെയ്ത ബോളായത് കാരണം
ആ ഡിഫൻഡറിന്റെ ആ മിസ്റ്റേക്ക് കൊണ്ട് എംബാപ്പെ ഗോൾ കൊണ്ട് പെനാൽറ്റി ബോക്സിനുള്ളിൽ കയറുന്നു. ഷെസ്നി വന്നിട്ട് കയറി ബോൾ എടുക്കാൻ ശ്രമിക്കുന്നു. എംബാപ്പെ വീഴുന്നു. പെനാൽറ്റി, ഫസ്റ്റ് പെനാൽറ്റി 4 മിനിറ്റ്. അപ്പൊ തന്നെ കളി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷോക്കാണ്. ഇത് ഇന്ററുമായിട്ടുള്ള ഫസ്റ്റ് കളിയിൽ ആ ഗോൾ അടിച്ച പോലത്തെ പെട്ടെന്നുള്ള ഷോക്ക്. പെനാൽറ്റി റഫറി വാർ ചെക്ക് ചെയ്ത് പെനാൽറ്റി കൊടുക്കുന്നു. അത് പെനാൽറ്റിയാണ്, യാതൊരു സംശയമൊന്നുമില്ല. അത് പെനാൽറ്റിയായി ഗോളായി മാറുന്നു. ഒരു ഗോൾ ലീഡ്. പിന്നെയും ബാഴ്സലോണ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന കൗണ്ടറിൽ റയലും ട്രൈ ചെയ്യുന്നുണ്ട്. അതേപോലെ വിനീഷ്യസിലൂടെ വന്നൊരു ബോൾ, അത് യമാലിനെ അവിടെ ഫൗൾ ചെയ്ത് കിട്ടിയ ചാൻസ് കൊണ്ട് വന്ന് ഇവിടെ വന്ന് അതിസുന്ദരമായിട്ട് വിനീഷ്യസ് ഒരു അസിസ്റ്റ് കൊടുക്കുന്നു. എംബാപ്പെ ബോൾ പോസ്റ്റിലേക്ക് കയറ്റി കൊണ്ടുവന്നു. ഷെസ്നിനെ കബളിച്ച് ഗോളാക്കുന്നു. സെക്കൻഡ് ഗോൾ. 2 ഗോളായിട്ട് ആശാ വന്നിട്ട് അവിടെ നിന്ന് ഒരു കൈയൊക്കെ മടക്കി വെച്ച് ഒരു സെലിബ്രേഷൻ ഒക്കെ ചെയ്ത് ഇന്നത്തെ കാര്യം തീരുമാനമായി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സയാണ്. നിങ്ങൾ വണ്ട് കണ്ടുള്ള ബാഴ്സയല്ല ഈ ബാഴ്സ. സാവിയുടെ ബാഴ്സയല്ല എന്നാ പറഞ്ഞത്. ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സയാണ്. ചങ്ങായിമാര് 45 മിനിറ്റിനുള്ളിൽ 4 ഗോൾ അടിച്ച് അടുത്ത് ഒരു 18-ാം മിനിറ്റ് കഴിയുന്ന സമയത്താണ് കോർണർ കിക്കിലൂടെ ഓൽമോ കൊടുത്ത കോർണർ കിക്ക് ഫസ്റ്റ് ഫെറാൻ ടോറസ് തലേന്ന് ഹെഡ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് പൊക്കി കൊടുക്കുന്നു. റിഗ്രാസി അത് കാത്തു വെക്കായിരുന്നു. ചങ്ങായി സൈഡിലൂടെ അങ്ങോട്ട് ഹെഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഗോളാക്കി. 1 ഗോളിന് ലീഡ്. പെട്ടെന്ന് കയറി വെക്ക അടുത്ത ഗോൾ അടിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് എല്ലാവരും കയറി അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ യമാലിന്റെ 32-ാം മിനിറ്റിൽ അതിലും ഫെറാൻ ടോറസിന്റെ കയ്യിലേക്കാണ് ബോൾ കിട്ടുന്നത്. ബോൾ കിട്ടി, ബോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുള്ള പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക്. ആ സാധനം എങ്ങനെയാണ് ബോക്സിന്റെ ഉള്ളിലേക്ക് എത്തിയെന്ന് അവിടെയുള്ള ഡിഫൻഡർമാർക്കും മനസ്സിലായില്ല, ഗോൾ കീപ്പറും മനസ്സിലായില്ല. ചെത്ത് നമ്മുടെ ഇന്റർ മിലാനിന് ഫസ്റ്റ് ഇതില് മറ്റേ സോമറിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പെനാൽറ്റി ബോക്സിന്റെ ബാറിൽ തട്ടിയിട്ടുള്ളിക്കാറ് അതേപോലത്തെ ഒരു സാധനം. കോർട്ടോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂപ്പർ ഗോൾ. 2-2 സമനിലയായി കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റഫീനയൊക്കെ അതുവരെ സൈലന്റ് ആയി നിൽക്കുന്ന മനുഷ്യൻ അതുവരെ അങ്ങനെ കളി ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റയല് തിരിച്ചും ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കളി മിഡിൽ കിടന്ന് കളി ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് റഫീനയുടെ ഗോൾ വരുന്നത്. അതിസുന്ദരമായ പെഡ്രി ഒരു പാസ് കൊടുക്കുന്നുണ്ട്. ആ ബോള് എംബാപ്പയും ഒരാളും കൂടെ, ഒരു പ്ലെയർ ആരാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എംബാപ്പന്റെ കയ്യിൽ നിന്ന് ഒരു 2 ആളും കൂടി മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന ബോള് റാഞ്ചി എടുത്തിട്ട് പെട്രിയുടെ പോക്കാണ്. ആ പെനാൽറ്റി ബോക്സിന്റെ കുറച്ച് പുറത്ത് വെച്ചിട്ട് ക്രോസ് കൊടുക്കുകയാണ് റഫീനയ്ക്ക്. അടിപൊളി പാസ്. ആ പാസ് നേരെ കൊണ്ടുപോയിട്ട് റഫീന ഒരു ക്രോസിലങ്ങോട്ട് പോസ്റ്റിന്റെ ഇടതുവശത്തൂടെ ഒരു കയറ്റി ഗോള്. ആ ഗോള് കയറുന്നതോട് 3-2 ലീഡായില്ലേ. റയലും പിന്നെ ആകെ എന്താ പറയാ, ഇതൊക്കെ 30 മിനിറ്റിനുള്ള ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു അവസരത്തിൽ ലുക്കസ് വാസ്കറ്റ്സിൽ നിന്ന് ബോള് റാഞ്ചി എടുത്തിട്ട് റഫീനെ റാഞ്ചി എടുക്കുന്നു, ഫെറാൻ ടോറസിന് ഇട്ട് കൊടുക്കുന്നു. ഫെറാൻ ടോറസ് അത് ബോക്സിനുള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന റഫീനയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നു. ശുഭം ഗോള്. ഹാഫ് ടൈം അവസാനിച്ചു. ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ 4-2. ഈ ഹാഫ് ടൈമില് 2 ഗോളുകൾ റഫീന അടിച്ചിട്ടുണ്ട്, എംബാപ്പെ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അതിനേക്കാളും പ്രധാനം 3 ആരും ശ്രദ്ധിക്കാതെ പോലെ ഇന്നിപ്പോ കുറെ ചാൻസുകൾ കിട്ടി ഒന്നും ഗോളാക്കാൻ പറ്റാത്ത ഫെറാൻ ടോറസ് ഷാർക്ക് ഇന്ന് 3 അസിസ്റ്റ് അടിപൊളിയായിട്ട് ഇന്ന് യമാലിന് കൊടുത്തത്, ഗ്രാസിക്ക് കൊടുത്തത്, അതേപോലെ റഫീനിക്ക് കൊടുത്ത ഒരു അസിസ്റ്റും സുന്ദരമായിട്ട് ചങ്ങായി ഇന്ന് അതിന്റെ എല്ലാ ഗോൾ അടിക്കാത്ത കുറവൊക്കെ ഇന്ന് അതിലൂടെ നികത്തിയിട്ടുണ്ട്. അങ്ങനെ ഹാഫ് ടൈം വിസിലൂതി കളി പിരിഞ്ഞു. ഹാഫ് ടൈമിന് ശേഷം കളി വീണ്ടും ആരംഭിച്ചു. കളി ബാഴ്സ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് കളിക്കുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് കളി 2 വഴിക്കാരും ഗോൾ അടിക്കാനുള്ളതും അതേപോലെ ഈ സൈഡിലും കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 70-ാം മിനിറ്റിൽ അതുവരെ കളി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചാൻസുകളൊക്കെ മിസ്സാവുന്നുണ്ട് 2 ടീമിനും. കുറെ ഓഫ് സൈഡ് ട്രാപ്പിലൊക്കെ ഇവിടെ പെനാൽറ്റി ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രക്ഷപ്പെട്ടു പോയി. എംബാപ്പെ വീണ്ടും പെനാൽറ്റി കിട്ടണ്ടായിരുന്നു എംബാപ്പയ്ക്ക് ഒരു ചാൻസ്, അതെല്ലാം മിസ്സായിപ്പോയി. അതിനുശേഷം 7-ാം മിനിറ്റിലൂടെ നമ്മുടെ ഇനീഗോ മാർട്ടിനസ് കൊടുത്ത പാസ് റയലിന്റെ താരം തട്ടിയെടുത്ത് നമ്മുടെ വിനീഷ്യസിന് പാസ് ചെയ്തതാണ്. വിനീഷ്യസ് അത് നേരെ എടുത്തുകൊണ്ട് വന്നിട്ട് എംബാപ്പയിലേക്ക്. എന്തെന്നാല് ഡിഫൻഡർമാരില്ല, ഷെസ്നി മാത്രമേ ഉള്ളൂ. ഷെസ്നിനെ ചിലപ്പോ ഈ അടുത്ത കാലത്തെ കളി, ഈ 2-3 കളികളിലൊക്കെ എല്ലാവരും കുറ്റം പറയാം. പക്ഷേ ബാഴ്സലോണ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം ഗോളി ചില കാര്യങ്ങളിൽ സഹായാവസ്ഥയിൽ നിൽക്കേണ്ടി വരും. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഒറ്റ ആളായിട്ടുള്ള ഒരു ഇത് വരുന്ന സമയത്ത് ഗോൾ 2 പ്ലേയേഴ്സാണ്. ഇപ്പൊ വിനീഷ്യസ് എംബാപ്പയും കൂടി വരുമ്പോൾ ഒരു ഡിഫൻഡർമാർ ബാക്കിൽ നിന്ന് ഓടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഷെസ്നിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നിപ്പോ ഇന്നിപ്പോ കോർട്ടുവ ഗംഭീരമായ സേവുകൾ ഇന്ന് നടത്തിയിട്ടുണ്ട്, പക്ഷെ ആള് 4 വാങ്ങിച്ചു. അപ്പോൾ ഈ ഹൈലൈൻ കീപ്പ് ചെയ്തിട്ട് ഓഫ് സൈഡ് ട്രാപ്പ് കീപ്പ് ചെയ്ത് കളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗോൾ കീപ്പർമാർക്ക് അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. അതൊക്കെ കുറെ ബോളുകൾക്ക് ഷെസ്നി കയറി എടുത്തിട്ട് അടിച്ച് കളയുന്നുണ്ട്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മതിട്ടിന്റെ പണി കിട്ടും. അത് നാളെ അടുത്ത സീസണിലൊക്കെ ചിലപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഇതിലൊക്കെ ചെറിയ അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നടത്തുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആരാ ഗോൾ കീപ്പറായിട്ട് വരുന്നൊന്നും പറയുന്നില്ല. അങ്ങനെ 70-ാം മിനിറ്റില്
എംബാപ്പയിലൂടെ ഹാട്രിക്, എംബാപ്പന്റെ ഹാട്രിക് പൂർത്തിയാക്കി. എംബാപ്പ ഹാട്രിക് അടിച്ചിട്ട് ഒരുപാട് പണികൾ വാങ്ങിച്ചിട്ട് ഇതിനു മുമ്പ് ഹാട്രിക് അടിച്ച കളികളിൽ നമ്മളിപ്പോ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് ലാസ്റ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഹാട്രിക് അടിച്ചു, പക്ഷെ പരാജയമായിരുന്നു ആളുടെ. അതേപോലെ ഇതിനു മുമ്പും ഹാട്രിക് അടിച്ചിട്ട് തോറ്റ ഇതുണ്ടായിട്ടുണ്ട്. അങ്ങനെ 70 മിനിറ്റിൽ ഹാട്രിക് അടിച്ചു. ഇതിന് ശേഷം യമാല് ആഫ്റ്റർ ശേഷം യമാലിന്റെ ഒരു വിങ്ങിലൂടെയുള്ള കയറ്റായിരുന്നു, അതും റഫീനായിട്ടുള്ളൊരു കോംബോ ഉണ്ടല്ലോ, അത് ഒന്നും പറയാനില്ല, വേറെ വൈബ് തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് ഏത് സമയത്ത് എപ്പോഴാണ് ഈ അസിസ്റ്റ് ബോൾ കൊടുക്കാന്ന് അറിയില്ല. റഫീനയ്ക്ക് എണ്ണം പറഞ്ഞ 3 ചാൻസുകളായിരുന്നു, അത് ഉറച്ച ഗോൾ. ഒന്ന് ഹെഡിലൂടെ പോയി, രണ്ടെണ്ണം ഫുഡിന്ന് ചെയ്ത സാധനം പെനാൽറ്റി ബോക്സിന്റെ സൈഡിലൂടെ കയറിപ്പോയി, ഒന്ന് ഫ്ലിക്ക് ചെയ്തിട്ട് ചിപ്പ് ചെയ്തിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 4ഓളം ഗോളുകൾ, ഇന്ന് ചുരുങ്ങിയത് ഒരു 5 ഗോളെങ്കിലും റഫീനെ അടിക്കുന്ന വിചാരിച്ചിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് എൽ ക്ലാസിക്കോയിൽ ഒരു ഹെഡ് ചെയ്തിട്ട് ഒരു ഗോളാക്കുന്നുണ്ട്, അതേപോലൊരു ചാൻസ് ആയിരുന്നു ഇന്ന് യമാല് കൊടുത്തൊരു പാസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹെഡ് ചെയ്ത് സാധനം പോസ്റ്റിന് മുകളിൽ കൂടെ പോയി. അങ്ങനെ അവസാനം ഏകദേശം കളി കഴിയാനായി നിൽക്കുന്ന സമയത്ത് യമാല് കൊണ്ടുവന്ന ഒരു ബോൾ യമാല് പോസ്റ്റിലേക്ക് അടിക്കുന്നു, അത് റീബൗണ്ട് വന്ന് ഫെറാൻ ടോറസ് തിരിച്ചടിക്കുന്നു, ചോമിനയുടെ കയ്യിൽ തട്ടിയിട്ട് അത് പെനാൽറ്റിക്ക് അപ്പീൽ ചെയ്യുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അത് പെനാൽറ്റി അല്ലാതെ പോയതെന്ന്. ഷുവർ ഹാൻഡ് ബോൾ കൈപ്പാകത്ത് തന്നെയാണ്, അത് നോർമൽ പൊസിഷൻ അല്ല, അത് നോർമൽ പൊസിഷനിൽ തന്നെയുള്ളത്. അടിക്കുന്ന ബോൾ എന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റിലേക്ക് പോകുന്ന ബോളുമാണ്, കോർട്ടോ ബാക്കിൽ ഉണ്ടെങ്കിലും, പക്ഷെ അത് 100% അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പെനാൽറ്റി തന്നെയാണ്. കാരണം അത് നമുക്ക് നോക്കിയാൽ അറിയാം, അത് വീഡിയോ റിവ്യൂ എല്ലാം കാണിക്കുന്നത്. ഈ കമാൻഡറൊക്കെ പറഞ്ഞിരിക്കുകയാണ് 5 ഗോളിലേക്ക് ബാഴ്സലോണ പോവുകയാണ്, റയലിന്റെ കാര്യം കഴിഞ്ഞു, 5-3 കളി അവസാനിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റഫറി വാർ ചെക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഈ പെനാൽറ്റി അല്ല എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റേഡിയം ഒന്നായിട്ട്, അതേപോലെ കാണികൾ, അതേപോലെ കമാൻഡറി, ഓരോ ബെൻ സ്പോർട്സിൽ നിന്നാണ് ഞാൻ കളി കണ്ടത്. കളിയിലെ കമാൻഡറി പറയുന്നുണ്ട് അൺബിലീവബിൾ, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്നും അറിയില്ല, അതേപോലെ തന്നെ ഇതെന്താണ് സംഭവിച്ചത്, നമ്മുടെ സെവൻസ് തോറ്റുപോകും. ഈ റഫറി ലാലീഗിലൊക്കെ കുറെ റഫറിങ് കാണുമ്പോൾ സെവൻസ് തോറ്റുപോകും. അത് കഴിഞ്ഞ് ഫെറാൻ ടോറസ് അത് വാറിന്റെ ഒക്കെ കഴിഞ്ഞു, പെനാൽറ്റി കിട്ടിയില്ല. ഓക്കെ, കളി പിന്നെയും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം 95-ാം മിനിറ്റില് ഫെർമിൻ ലോപ്പസ് ഒരു ബോൾ എടുത്തിട്ട് പോകുന്നുണ്ട് പെനാൽറ്റി കോർണർ കിക്കിന്റെ ഭാഗത്തുനിന്ന്. കോർണർ കിക്ക് 2-3 ഡിഫൻഡർമാരെയും വെട്ടിച്ചു കൊണ്ടുവന്നിട്ട് പെനാൽറ്റി ബോക്സിലുള്ള ഒരു സുന്ദരമായ ക്രോസിലൂടെ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. ഗോൾ അടിച്ച് അടിപൊളി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 5-3 ലീഡൊക്കെ സ്കോർ ബോർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് റഫറി വിസിൽ ഊതുന്നത്, വാർ ചെക്കിങ്. ഹാൻഡ്ബോളാണ്, ശരിക്കും ഹാൻഡ്ബോൾ ആണെങ്കിൽ ഗോൾ കൊടുക്കരുത്. അത് ഏത് ടീം, ബാഴ്സ അല്ല, റയലല്ല, ഇനിയിപ്പോൾ ലോകത്ത് ഏത് വലിയ ടീമാണെങ്കിലും അങ്ങനെയുള്ള ഹാൻഡ്ബോളുകളൊന്നും ഗോൾ കൊടുക്കരുത്. നല്ലൊരു ഗോളായിരുന്നു, സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം വാർ ചെക്ക് ചെയ്തു, അതിൽ ഹാൻഡ്ബോളാണ്. ബോൾ എടുത്തിട്ട് ഒരു സമയത്ത് ഫെർമിന്റെ കൈ തട്ടിയിട്ടുണ്ട്, അത് ആൾക്കും അറിയാം. പക്ഷെ ഒരിക്കലും ഈ ഹാൻഡ്ബോൾ ഇങ്ങനെയുള്ള ഫൗളുകളൊന്നും ഒരിക്കലും ഈ വാറിലൂടെ ചെക്ക് ചെയ്തിട്ട് അത് ഇതാവരുത്. എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെനാൽറ്റി തന്നെ എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ ഒരുപാട് മാച്ചുകളിൽ ഒരുപാട് പിഴവുകൾ റഫറിമാർക്ക് പറ്റുന്നുണ്ട്. അത് വാർ ചെക്ക് ചെയ്തിട്ട് ഈ പിഴവെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ അടുത്ത സ്പോട്ടിൽ വിളിക്കുന്ന യെല്ലോ കാർഡ് അല്ലെങ്കിൽ ഓഫ് സൈഡ് അല്ലെങ്കിൽ പെനാൽറ്റി, ഇതൊക്കെ അടുത്ത മൂവ്മെന്റിൽ വിളിക്കുന്നതാണ്. അത് റഫറിമാർക്കല്ല, റഫറിമാർക്കല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ വാർ അത് അത്രയും വലിയ സിസ്റ്റം ഉണ്ടായിട്ട് അതിലിരുന്ന് വീഡിയോ കണ്ടിട്ട് അത് വിലയിരുത്താൻ പറ്റാത്ത റഫറിമാർ ഇത്രയും തരം താഴ്ന്ന റഫറിങ് ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും അതിനെ ഫുട്ബോളിൽ അത് ശരിക്കും ഒന്ന് വിലയിരുത്തി പരിശോധിക്കണം. ഇപ്പൊ കുറെ കളികളായിപ്പോ നമ്മളിപ്പോ റയൽ മഡ്രിഡ് സ്ഥിരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന റഫറിമാരുടെ ഓരോ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫേവർ റഫറിമാർ കിട്ടുന്നത് റയൽ മഡ്രിഡിനൊക്കെയാണ്. ഇന്നത്തെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഫേവറബിൾ ആയിട്ടുള്ള പെനാൽറ്റിയാണ്, അത് വരെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതേപോലെ റയലിനും പ്രതികൂലമായിട്ട് അനുകൂലമായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ റഫറിമാരുടെ തെറ്റുകൊണ്ട് ഒരു കളി അത് ഭയങ്കര മോശമാണ്. ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിയുടെ മൊത്തത്തിൽ ഒരു ഇത് മാറാൻ പോകുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് ഇന്റർ മിലാനും ബാഴ്സലായിട്ടുള്ള മത്സരത്തിൽ കുറെ റഫറി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ ഒരു കളിയുടെ ആ ഒരു ഫൗളിലൂടെയാണ് അവസാനത്തെ ഒരു ഗോൾ വീണിട്ട് അവർ സമനില നേടുന്നത്. ആ ഫൗൾ ഇപ്പോഴെന്നും ഫുട്ബോളിന്റെ ഓരോ ഫേസ്ബുക്ക് ഇതുകൊണ്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആഴ്സണലിന്റെ പഴയ കോച്ച് വരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഫസ്റ്റത്തെ പെനാൽറ്റിയെ കുറിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള റഫറിങ് തീരുമാനങ്ങൾ, വാറും ഇത്രയും നൂതന സാങ്കേതിക വിദ്യകളൊക്കെയുള്ള സമയത്ത് ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫുട്ബോളിനെ അത്രയും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഫെർമിൻ ലോപ്പസിന്റെ ഗോള് നിഷേധിച്ച് ബാഴ്സലോണ വിസിൽ മുഴക്കി. അവസാനത്തെ വിസിൽ മുഴക്കിയപ്പോൾ സന്തോഷം കൊണ്ട് ഷെസ്നെ അവിടെ പെനാൽറ്റി ബോക്സിൽ നിന്ന് കരയാം. എന്താന്ന് പറഞ്ഞാല് ചങ്ങായി അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി റിട്ടയർമെന്റ് പ്ലാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണി വരുന്നുണ്ട്. അപ്പോഴാണ് പാസിൽ നിന്ന് കോള് വരുന്നത്, ഗോൾ കീപ്പറായിട്ട് ഒരു വേക്കന്റ് ഉണ്ട്, വരുന്നോ, ഫ്രീ ആയിട്ടാണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ആ ചങ്ങായി ഇവിടെ വന്ന ചരിത്രം തിരുത്തി 3 ട്രോഫികൾ സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗ്യക്കേട് കൊണ്ട് പുറത്തായതാണ്. അല്ലെങ്കിൽ ഇന്ന് ഇനി വരാൻ പോകുന്ന 31-ാം തീയതി PSG ആയിട്ട് കളിക്കേണ്ട കളിയായിരുന്നു. അത് നിർഭാഗ്യം തന്നെ പറയാം, നിർഭാഗ്യം കൊണ്ട് മാത്രം പുറത്തായി. പക്ഷെ ഈ ബാഴ്സനെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഇവര് തുടങ്ങിയിട്ടുള്ളൂ. സത്യം പറയണ, ഇവര് തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത സീസണിൽ ഇവർക്ക് ബാക്കപ്പും ഒരു പ്രോപ്പർ ഫോർവേഡ് ലെവൻഡോസ്കി ഒക്കെയാണ്. അങ്ങനെ വെച്ചിട്ട് ഈ പരുക്കും അതേപോലെ ബാക്കപ്പ് വരെ ഇല്ലാത്ത ലാമാസിന്ന് കൊണ്ടുവന്ന് പിള്ളേരിനെ കളിപ്പിച്ചിട്ട് ഹാൻസി ഫ്ലിക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത സീസണിൽ 1, 2, 3 സൈനിയും കൂടെ കൊണ്ടുവന്നാൽ ഈ ബാഴ്സയെ പിടിച്ച് കെട്ടാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഈ 17, 18 വയസ്സുള്ള പിള്ളേരെ കൊണ്ടത് ബാഴ്സയിൽ കാണിക്കുന്ന ഹാൻസി ഫ്ലിക്കിന്റെ തന്ത്രങ്ങളുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ഇനി ഒരു സ്റ്റേഗനൊരു നല്ലൊരു ഫൈറ്റിനൊരു ഗോൾ കീപ്പറും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഷെസ്നി അടുത്ത സീസണിൽ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല, 2 വർഷം കോൺട്രാക്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ബാഴ്സലോണയെ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇനി ഒരു 3-4 സീസണ് ബാഴ്സലോണ പലതും നേടും. അതിൽ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവും, ലാ ലീഗ് ഉണ്ടാവും, കോപ്പ ഡെൽ റേ ഉണ്ടാവും, എൽ ക്ലാസിക്കോളിൽ വിജയങ്ങൾ ഉണ്ടാവും, ഒന്നും പറയാനുണ്ടാവില്ല. എന്താന്ന് ഒറ്റ കാരണം പറഞ്ഞു കൊടുക്കാം. മുമ്പുള്ളൊരു ബാഴ്സ, അപ്പൊ സാവിയുടെയും അതിന് മുമ്പ് കുറച്ച് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബാഴ്സ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കുറെ എൽ ക്ലാസിക്കോകളിലും അതേപോലെയൊക്കെ ഫസ്റ്റ് ഒരു 2 ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ചെറിയ ടീമുകളൊക്കെ ഫസ്റ്റ് ബാഴ്സയ്ക്കെതിരെ ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ബാഴ്സ അങ്ങനെയല്ല. അതിന് തെളിവാണ് ബെൻഫിക്ക പോലുള്ള ഒരുപാട് ബെൻഫിക്ക ആയിട്ടുള്ള മത്സരങ്ങൾ, ഇപ്പൊ സെൽട്ടാവിക ആയിട്ടുള്ള മത്സരം ഇഷ്ടംപോലെ. ഈ സീസണിൽ ഒരുപാട് കംബാക്കുകൾ. ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ടോ തിരിച്ചടിച്ചിരിക്കും. അതിന് യമാലും റഫീനിയും ഓൽമോയും ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും അടങ്ങുന്ന സംഘം റെഡിയാണ്. അതിനെ മെനയാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഡീജോണും പെഡ്രിയും ഗാവിയും ഓൽമോയും ഒക്കെ ഉണ്ട്. അപ്പോ ഇത് എൽ ക്ലാസിക്കോ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു, നല്ലൊരു ഫൈറ്റ്. ഞാനും വിചാരിച്ചു നല്ലൊരു ഫൈറ്റ്, ഒരു 2-1 അല്ലെങ്കിൽ 3-2 ആയിരിക്കും വിജയിക്കാന്ന് വെച്ചു. പക്ഷെ റൈഹാൻ എന്താണ് പറഞ്ഞത് അതന്നെ നടന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള 2 ടീമും എടുത്തിട്ട് ഗോൾ അടിക്കാന്നുള്ള ഉദ്ദേശത്തോട് കളിച്ചു. വിജയം ബാഴ്സലോണയ്ക്ക് കൂടിയായിരുന്നു. ഇത്രയും നല്ലൊരു കംബാക്ക് കണ്ടിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് തന്നെ കുറച്ച് നിരാശപ്പെടുത്തി. ബാഴ്സയുടെ കുറെ ചാൻസുകൾ മിസ്സായിരുന്നു. അതേപോലെ കളി ഫസ്റ്റ് ഹാഫിന്റെ അത്ര ഒരു മുഞ്ചുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് ത്രില്ല് ഉണ്ടായിരുന്നില്ല. ഒരു കഥ കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്ന ഒരു സിനിമയെ പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. എന്തായാലും ഈ സീസണ് പൊളിച്ചടിക്ക് ബാഴ്സലോണ. ഇനിയിപ്പോ ഏകദേശം ഒരു വിജയം കൂടി ആയിക്കഴിഞ്ഞാൽ ലാ ലീഗ് ടൈറ്റിൽ നേടി, കോപ്പ ഡെൽ റേയിലായി, സൂപ്പർ എസ്പാനിയോൾ നേടി കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ് അവർക്കൊന്ന് കാലിടറിയത്. അടുത്ത വർഷം അതും അവരായിരിക്കും. അതിന് നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. ഇന്ന് ഹാട്രിക് നേടിയ എംബാപ്പയും അതേപോലെ ഡബിൾ നേടിയ റഫീനിയും ട്രിപ്പിൾ അസിസ്റ്റ് നേടിയിട്ട് ഫെറാൻ ടോറസ് ഒക്കെ നല്ല കട്ടയ്ക്ക് നിന്നു. റഫീനയ്ക്കായിരുന്നു മാൻ ഓഫ് ദി മാച്ച് കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ കളിച്ചിട്ടുണ്ട് ആളില്ല എന്ന് പറയുന്നില്ല, കുറച്ചുകൂടി ഡിസേർവ് ആയിരുന്നത് ഫെറാൻ ടോറസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഒന്നും പറയാനില്ല. പക്ഷെ അവർ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണല്ലോ കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇന്ന് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 23 ഷോട്ടുകളാണ് ബാഴ്സ റയലിന്റെ പോസ്റ്റിലേക്ക് വായിച്ചത്. 23 ഷോട്ടാണ് എടുത്തത്. അതിൽ 9 ഓൺ ടാർജറ്റിലേക്ക് വന്നു. റയലാണെങ്കിൽ ആകെ 9 ഷോട്ട് മാത്രം, അതിൽ 5 മാത്രം ഓൺ ടാർജറ്റിലേക്ക് വന്നത്. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 63% ബാഴ്സയുടെ കയ്യിലായിരുന്നു, 37% റയലിന്റെ കയ്യിലുണ്ടായിരുന്നു. പാസിംഗ് നോക്കിയാൽ 478 പാസിംഗ് ബാഴ്സ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 295 പാസുകൾ മാത്രം റയൽ കംപ്ലീറ്റ് ചെയ്തത്. 17 ഫൗള് ബാഴ്സ ആയിരുന്നപ്പോൾ 15 ഫൗളുകൾ റയലിന്റെ ഭാഗത്തുണ്ടായിരുന്നു. 4 യെല്ലോ കാർഡുകൾ ബാഴ്സയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റയലിന് 3 യെല്ലോ കാർഡ് കിട്ടി. ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ 5 റയലിന്റെ ഭാഗത്തുനിന്ന്, ഇവിടെ ആണെങ്കിൽ 1 ഉണ്ടായിരുന്നുള്ളൂ. കോർണേഴ്സ് 10 കോർണേഴ്സ് വിൻ ചെയ്തു. അത് അറ്റാക്കിങ്ങിനെ മൂർച്ച മനസ്സിലാക്കിയ 10 കോർണർ, ഇവിടെയാണ് 2 കോർണർ. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം 2 ടീമിന്റെ അറ്റാക്കിംഗ് ഇതുവരെ ഉണ്ടായിരുന്നു. ഞാനിന്ന് പിന്നെ ഏറ്റവും പ്രതീക്ഷിച്ച താരം നടന്ന അർദ ഗുലാറിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ആള് വിചാരിച്ച ഒരു പെർഫോമൻസിൽ നിർത്താൻ പറ്റില്ല. അതേപോലെ ബെല്ലിംഗ്ഹാമും അതേപോലെ ഒക്കെ ഒരു നിറമങ്ങിയ ഒരു പെർഫോമൻസിലാണ് എനിക്കിന്ന് കാണപ്പെട്ടത്. അതേപോലെ ബാഴ്സ സംബന്ധിച്ച് എറിഗ്രാസിയ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. ഇന്ന് ആശാനാണ് ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്തത്. അതേപോലെ ഡിഫൻസിലും ഫോർവേഡിലും യമാലായിട്ടുള്ള ഒരു കോംബോ ഒന്ന് നല്ല വർക്കൗട്ടായി വരുന്നുണ്ട്. നമ്മൾ കൊണ്ടേക്ക് ശേഷം യമാലായിട്ട് ആശ നല്ല രീതിക്ക് ചെയ്യുന്നത്. അതേപോലെ ബാൽഡെ എന്ന് കുറച്ച് കാലം ശേഷം കളിയിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ലെവൻഡോസ്കിനെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്ന് വിചാരിച്ച എല്ലാവരും കളി കഴിയുന്നവരെ നമുക്ക് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഫെറാൻ ടോറസ് 3 അസിസ്റ്റും ചെയ്തതെന്ന് അറിയുന്നില്ല. എന്തിനാണ് ഈ ചങ്ങായി എന്ന് കൊണ്ട് കുറെ പേര് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആളൊന്നും 3 സുന്ദരമായി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കി ഫുൾ ഫിറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും കളിക്കാൻ ഇറക്കാത്തത്. അപ്പോൾ എന്തായാലും ഈ സീസണിൽ 4 എൽ ക്ലാസിക്കോ തൂക്കി 3 കപ്പും തൂക്കിയിട്ടാണ് ബാഴ്സലോണ പോകുന്നത്. ഇനിയും 3 മത്സരങ്ങളുണ്ട്. ഇനി ഒരു കളി ജയിച്ചാൽ അവർ ട്രോഫി അടിക്കും ലാ ലീഗ്.
അപ്പോൾ അടുത്ത സീസണായി നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുന്നുണ്ട്, ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് വരുന്നുണ്ട്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.